അയ്യോ കൃഷ്ണേട്ടാ, ഇതെന്താ, എന്ത് പറ്റിയതാ? അല്ല, ആരിത്? ലക്ഷ്മിയോ? എന്താലത് ഈ വഴിക്കൊക്കെ? അത് പിന്നെ കൃഷ്ണേട്ടാ, ഞാൻ വരുന്ന വഴിക്ക് നമ്മുടെ ലക്ഷ്മിനെ കണ്ടു. അവളാ പറഞ്ഞത് നിങ്ങൾക്ക് തീരെ വയ്യാന്ന്. എനിക്കൊരു വയ്യായികയുമില്ല മോളെ. അത് പ്രായത്തിൻ്റെയാ. കുറച്ച് ചുമ കൂടിപ്പോയി. പിന്നെ ഞാൻ ബാത്റൂമിൽ ചെറുതായിട്ടൊന്ന് വീണതാ. കുറച്ച് സൂക്ഷിച്ചൊക്കെ നടക്കണ്ടേ കൃഷ്ണേട്ടാ? ഇപ്പൊ എങ്ങനെയുണ്ട് കൃഷ്ണേട്ടാ? നടക്കാനൊക്കെ പറ്റുന്നുണ്ടോ? ആ മോളെ, ഇപ്പൊ ചെറുതായിട്ടൊക്കെ നടക്കാം. നിങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചോ? ഭക്ഷണം വല്ലതും കൊണ്ടുവരണോ കൃഷ്ണേട്ടാ? വേണ്ട മോളെ, ഭക്ഷണമൊന്നും കൊണ്ടുവരണ്ട. ഭക്ഷണമൊക്കെ എൻ്റെ മോന് കൊണ്ടു തന്നിട്ട് പോയി. ഇന്ന് കൃഷ്ണേട്ടാ, ഞാനേ കുറച്ച് ആപ്പിളും കുറച്ച് മാതളവും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കഴിച്ചോ? എന്തിനാ മോളെ ഇതൊക്കെ കൊണ്ടുവന്നത്? ഞാൻ ഇവിടെ നിന്ന് വാങ്ങില്ലായിരുന്നോ? അതൊന്നും കുഴപ്പമില്ല കൃഷ്ണേട്ടാ, ഇതൊക്കെയല്ലേ ഞങ്ങൾക്ക് തരാൻ പറ്റൂ. അല്ല മോളെ, നീ എവിടെയോ ടൂറൊക്കെ പോകുന്നുണ്ട് എന്ന് പറയുന്ന കേട്ടല്ലോ. എന്തിലാ പോകുന്നേ? ആ കൃഷ്ണേട്ടാ, ഞങ്ങളുടെ ഫാമിലി ടൂർ പോവാന്ന് വിചാരിച്ചു. അങ്ങനെ ചെറിയ മിനി ബസ്സൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അല്ല കൃഷ്ണേട്ടാ, നിങ്ങളോട് ആരാ പറഞ്ഞേ ഞങ്ങളെ ടൂർ പോവാണെന്ന്? അതോ, അതില്ലേ മോളെ, നിങ്ങളെ മിനി ബസ്സിലൊക്കെ അല്ലേ പോകുന്നേ? അപ്പോൾ ആ മിനി ബസ്സിൻ്റെ ഡ്രൈവറെ എൻ്റെ ഫ്രണ്ടിൻ്റെ മോന. അപ്പോൾ അവനെ ഇന്ന് രാവിലെ ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് കണ്ടു. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു നിങ്ങൾ ടൂറൊക്കെ പോകുന്നെന്ന്. ഓ അതെയോ, എന്നാ ശരി കൃഷ്ണേട്ടാ, എന്നാ ഞാൻ ഇറങ്ങുവാണേ. നാളെ ടൂറൊക്കെ പോവല്ലേ, അപ്പോൾ കുറേ കാര്യങ്ങളുണ്ട് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട്. പോയിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ടാവണത്രേ. അപ്പം എന്നാ ഞാൻ പോവാണേ. ആ ശരി മോളെ, സൂക്ഷിച്ചും കണ്ടൊക്കെ പോണേ. അല്ല, നിങ്ങളൊക്കെ എന്താ കൊണ്ടുവന്നത്? ഞാൻ ദോശയും തേങ്ങാ ചമ്മന്തിയാണ് കൊണ്ടുവന്നേ. ഞാനില്ലേ ഫ്രൈഡ് റൈസും ചിക്കനും ചെറിയ ചെറിയ പീസാക്കിയതും കൊണ്ടുവന്നു. ഹായ്, ചിക്കൻ എനിക്ക് എന്ത് ഇഷ്ടമാണെന്നറിയോ? പാത്തോ, നിന്റെ ഫ്രൈഡ് റൈസും ചിക്കനും എനിക്ക് തരണോട്ടാ. ആ നമ്മൾ തരാട്ടോ. അല്ല പൈങ്കിളി, നീ എന്താ കൊണ്ടുവന്നേ? ഞാൻ ക്രീം പാസ്തയും പിന്നെ കുറച്ച് ഫ്രൂട്ട്സും കൊണ്ടുവന്നതാ. അല്ലടി, നീ എന്താ ഇത് വീട്ടിലുള്ള എല്ലാ സാധനവും കൊണ്ടുവന്നിട്ടുണ്ടോ? വീട്ടിലുള്ള ഒട്ടുമിക്ക സാധനങ്ങളും നിന്റെ ടിഫിനിൽ കാണുന്നുണ്ട്. അങ്ങനെയൊന്നുമല്ല, എൻ്റെ അമ്മ പിന്നെ ലഞ്ച് ബോക്സ് പ്രിപ്പയർ ആക്കുന്ന വീഡിയോ യൂട്യൂബിലില്ലേ, അത് കണ്ടിട്ട് എനിക്ക് അതുപോലെ ഉണ്ടാക്കി തന്നതാ. ഓ ഭാഗ്യവതി. എൻ്റെ അമ്മക്ക് എന്താ, രാവിലെ എന്താണോ ഉണ്ടാക്കി അത് ഉച്ചയ്ക്ക് തന്നുവിടും. എൻ്റെ ഉമ്മുമ്മയില്ലേ, ഉമ്മുമ്മയും എനിക്ക് ഇതുപോലെ യൂട്യൂബൊക്കെ നോക്കിയിട്ട് ഉണ്ടാക്കി തരും. അതുപോലെ ഒരെണ്ണ ഇത്. അപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും വെറൈറ്റി വെറൈറ്റി ഫുഡൊക്കെ തിന്നാലോ അല്ലേ? നിങ്ങൾക്ക് എൻ്റെ അപ്പം വേണമെങ്കിൽ കഴിച്ചോ? നമുക്ക് മൂന്നും മിക്സ് ആക്കിയിട്ട് കഴിക്കാം. അതൊക്കെ അത് നല്ലതാ. ഹായ്, ഇത് നല്ല രസമുണ്ട് കേട്ടോ, ഈ ദോശയും ചമ്മന്തിയും. ഇതും നല്ല രസമുണ്ട്. ഈ ഫ്രൈഡ് റൈസ് ഉണ്ടല്ലോ, അടിപൊളിയാ. ഈ ക്രീം പാസ്ത ഉണ്ടല്ലോ, ഭയങ്കര ടേസ്റ്റാ. ഫ്രൈഡ് റൈസ് ഉണ്ടല്ലോ, അടിപൊളി. ഹായ്, ഈ അപ്പം നല്ല നാടൻ ടേസ്റ്റ്. യമ്മി യമ്മി. അങ്ങോട്ട് നോക്കിയേ, അത് രാഹുലല്ലേ? അവൻ തന്നെ. അവൻ എന്താ തനിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത്? ഓനെ ഒറ്റയ്ക്ക് ഇരുന്നാ തിന്നുന്നത്. ഓനെ ആർക്കും ഷെയർ ആക്കുന്നില്ല എന്നാ തോന്നുന്നേ. അതെ അതെ, അവനെ ഒറ്റയ്ക്ക് ഇരുന്നാ തിന്നുന്നത്, ആർക്കും ഷെയർ ഒന്നും ആക്കുന്നില്ല. ഇങ്ങനെയൊന്നും ആരും ഉണ്ടാവാനേ പാടില്ല. ഓനില്ലേ ചിക്കൻ പൊരിച്ചതും നെയ്ച്ചോറും കൊണ്ടുവന്നിട്ടുള്ളത്. ഒന്നിച്ചിട്ട് ബിസ്ക്കറ്റും ഉണ്ട്. അതെന്തിനാ ബിസ്ക്കറ്റും? എൻ്റെ ഉമ്മച്ചില്ലേ ഭക്ഷണത്തിൻ്റെ ഒന്നിച്ചിട്ട് ബിസ്ക്കറ്റൊന്നും തരൂല. ബിസ്ക്കറ്റൊന്നും അങ്ങനെ ഉച്ചക്കൊന്നും കഴിക്കാനേ തരൂല. ഉമ്മച്ചിയെ വൈകുന്നേരം ചായക്ക് കൂട്ടാനാ തരുക. അതെ, എൻ്റെ അമ്മയും അങ്ങനെയൊന്നും ബിസ്ക്കറ്റ് തരില്ല. എനിക്ക് പ്രശ്നമില്ല, എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും കഴിക്കാം. സൂക്ഷിച്ചൊക്കെ കഴിക്കണ ഭക്ഷണം, അല്ലെങ്കിൽ തറയിൽ വീഴും. അവനൊന്നും മൈൻഡ് ചെയ്യുന്ന പോലുമില്ല, വല്ലാത്തൊരു ജന്മം. അതെ അതെ,
വാ നമുക്ക് നമ്മളെ ഭക്ഷണം കഴിച്ചിട്ട് പോവാം. ഏയ് പെട്ടെന്ന് ഭക്ഷണം കഴിച്ചേ. ഈ ലഞ്ച് ടൈം കഴിഞ്ഞതിന് ശേഷം നമുക്ക് മാത്സ് എക്സാം ഉണ്ട്. എന്ത് മാത്സ് എക്സാമാ? മാഷൊന്നും പറഞ്ഞില്ലല്ലോ. ഇപ്പം നോക്കി അവൻക്ക് വായിൽ സംസാരിക്കാനൊക്കെ അറിയാം. എക്സാം ഒന്നുമില്ല, നീ സംസാരിക്കുന്നോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു നമ്പർ ഇട്ടതാ. ഏടാ ഈ രാഹുലല്ലേ ഭയങ്കര പഠിപ്പിസ്റ്റാന്നാ തോന്നുന്നത്. ഇവനെ ഒരു ചിന്തയേ ഉള്ളൂ, പഠിക്കുക പഠിക്കുക പഠിക്കുക, വേറെ ഒരു ചിന്തയില്ല. അങ്ങനെ വേണം കുട്ടികളൊക്കെ ആയാൽ. നമ്മളുണ്ടോ തേരാ വാര. പിങ്കി ചേച്ചി എന്താടി, എന്താ തമ്പുരു? അല്ല പിങ്കി ചേച്ചി, നിങ്ങൾ നാളെ ടൂർ പോകുന്നോ? അതേലോ, ഞങ്ങൾ പോകുന്നല്ലോ. ഹായ്, നിങ്ങൾ പോകുന്നുണ്ടോ? എന്നാൽ ഞാനും പോവായിരിക്കും. ഡിങ്കെടുക്ക. നിങ്ങൾ വരുന്നില്ല മോളെ. ഇന്ന് രാവിലെ എന്റെ അമ്മ നിന്റെ അമ്മയോട് ചോദിച്ചു നിങ്ങൾ ടൂറിന് വരുന്നുണ്ടോന്ന്. അപ്പൊ നിന്റെ അമ്മ എന്താ പറഞ്ഞതെന്നറിയോ? തമ്പുരുനും കണ്ണനും സ്കൂളുണ്ട്, അതുകൊണ്ട് ടൂറിനൊന്നും വരുന്നില്ലാന്ന്. ചേച്ചി നോണ പറയാ. നോണയൊന്നുമല്ലടി, സത്യം പറഞ്ഞതാ. അല്ല പൈങ്കിളി, നീ ടീച്ചറോട് ചോദിച്ചോ? നാളത്തെ ലീവിന്റെ പെർമിഷൻ ചോദിച്ചോ? ഇല്ലടാ, ഇപ്പൊ ചോദിക്കണം. ഞാനേ ലഞ്ച് ടൈം കഴിഞ്ഞിട്ട് ചോദിക്കാൻ വിചാരിച്ചു. അങ്ങേര് പെർമിഷൻ തരുമോന്ന് പോലും അറിയില്ല. വല്ലാത്തൊരു സാധനം. തരുമായിരിക്കും, ചോദിച്ചു നോക്കാം. ഗുഡ് ആഫ്റ്റർനൂൺ കുട്ടികളെ. ഗുഡ് ആഫ്റ്റർനൂൺ സർ. സർ ഞാൻ നാളെ ലീവാണ് സർ. ലീവോ? ആരോട് ചോദിച്ചിട്ടാ ലീവ് എടുക്കുന്നത്? എന്നോട് പെർമിഷൻ ചോദിച്ചിരുന്നോ? നിന്റെ വീട്ടിലെ ഫോൺ നമ്പർ പറഞ്ഞേ.